നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഉടനെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അതിക്രൂരമായ അനുഭവങ്ങൾ മനുഷ്യവംശത്തിന് വന്ന ശേഷം മാത്രം ഇത് കണ്ടാൽ മതി. ഒരു ധൃതിയുമില്ല. അതായത് അടിയും കൊണ്ട് പുളിയും കുടിച്ച് പണം ഒടുക്കിയ ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഒരു ധൃതിയും എനിക്കില്ല. പക്ഷേ മുഴുവൻ മലയാളികളും 3.5 കോടി മലയാളികളും ഈ വീഡിയോ കാണേണ്ടി വരിക തന്നെ ചെയ്യും. ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ. ഓക്കെ. ലോകം മുഴുവൻ ദാരിദ്ര്യവും കലാപങ്ങളും അതിൻ്റെ മാക്സിമം അളവിൽ വരാൻ പോവുകയാണ്. ഇതിലും പച്ചയായി പറയാൻ യൂട്യൂബിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ക്രൂരമായ വാക്കുകൾ ഒഴിവാക്കുന്നു. ആ ക്രൂരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും പച്ചയായിട്ട് പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതിക്രൂരമായ അനുഭവങ്ങൾ മനുഷ്യവംശത്തിന് വരാൻ പോകുന്നു. പക്ഷേ ഈ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ സത്യം. യഥാർത്ഥത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും, ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും അവരുടെ ഭരണം ഏതാണ്ട് കുട്ടിക്കളിയായി മാറിയിരിക്കുകയാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ആവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നോക്കൂ, ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ മനുഷ്യ ശരീരമായി കണക്കാക്കിയാൽ ആന്തരിക അവയവങ്ങൾ, ഇന്നർ ഓർഗൻസ് മുഴുവനും നശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി തൊലിപ്പുറത്ത് കാണുന്ന നിറവ്യത്യാസങ്ങൾക്ക് തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് യഥാർത്ഥ രോഗം മാറ്റാൻ പറ്റില്ല. ആന്തരിക അവയവങ്ങൾ മാറ്റുക തന്നെ വേണം. ഇന്ന് സ്വർണത്തിൻ്റെ വില ഗ്രാമിന് കൊല്ലത്തെ വില 22 കാരറ്റ് സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വില ഗ്രാമിന് 12,170. ഓക്കെ. സ്വർണ്ണവില അനിയന്ത്രിതമായി കൂടുന്നത് ഡിമാൻഡ് കൂടിയത് കൊണ്ടാണെന്ന് സാധാരണക്കാർ പറയും. എന്നാൽ സ്വർണ്ണക്കടകളിൽ തിരക്ക് കൂടുന്നുണ്ടോ, കച്ചവടം കൂടുന്നുണ്ടോ? ഇല്ല. വിവിധ രാജ്യങ്ങൾ, ബാങ്കുകൾ, നിക്ഷേപകർ ഈ വിഭാഗങ്ങൾ സുരക്ഷിത നിക്ഷേപമായി കണ്ട് സ്വർണം ടൺ കണക്കിന് വാങ്ങുന്നത് കൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നത്. അല്ലാതെ സാധാരണക്കാർ 10-15 പവൻ വാങ്ങിക്കുന്നത് കൊണ്ടല്ല. രാജ്യങ്ങളും ബാങ്കുകളും നിക്ഷേപകരും സ്വർണം വാങ്ങുന്നത് ഭീകരമായ സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കണ്ടാണ്. വിദഗ്ധർ പറയുന്നത് ഇതാണ്. ഞങ്ങൾ പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇതൊക്കെ കാരണമൊക്കെ തന്നെ. ഒരു വിദഗ്ധർ പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നത് ഏതാണ്ട് 95% അതൊക്കെ കൊണ്ടാണ്. പക്ഷേ അവർ പറയാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ദ ഫൈനാൻഷ്യൽ സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ്. ഇന്നത്തെ ഭീകരമായ അവസ്ഥ എങ്ങനെ പരിഹരിക്കും എന്ന് ആർക്കും അറിയില്ല. 5000 കൊല്ലമായി നിലനിൽക്കുന്ന പണം അടിസ്ഥാനമാക്കിയ വ്യവസ്ഥ 100% അശാസ്ത്രീയം എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് തകരുമെന്ന് ഞാൻ 18 വർഷം മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 100% സംഭവിച്ചിരിക്കുന്നു. ലോകത്തിലെ 50% മനുഷ്യരും അർദ്ധപട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ്. ഏകദേശം 50 നൂറ്റാണ്ടുകളായി, ഏകദേശം 5000 കൊല്ലമായി. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം കടം 30,000 ലക്ഷം കോടി രൂപയാണ്. GDP, ലോകത്തിൻ്റെ മൊത്തം GDP ഏകദേശം 10,000 ലക്ഷം കോടി രൂപയാണ്. അതായത് 1 കോടി ആസ്തിയുള്ളവന് 3 കോടി കടം. അതായത് കടക്കെണിയിലാണ് മനുഷ്യവംശം. ഈ കടക്കെണിയിൽ നിന്ന് മനുഷ്യവംശത്തെ കരകയറ്റാൻ ഒരു മാർഗം
ആർക്കും അറിയില്ല. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ ഇട്ട വീഡിയോയിൽ, ഇന്നലെ 2 വീഡിയോ ഇട്ടു, ഇന്ന് രാവിലെ ഒരെണ്ണം ഇട്ടു. ആദ്യം ഇട്ടതിൽ ഏകദേശം ഇന്നലെ 7 മണിക്കിട്ട വീഡിയോയിൽ ആകെയുള്ള 193 രാജ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൻകിട രാജ്യങ്ങളെ മാത്രം ഞങ്ങൾ ഇന്നലെ ഒരു ഈ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു, അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഈ 45 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ വൻകിട രാജ്യങ്ങളാണ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാജ്യങ്ങളാണ്. ഞങ്ങൾ സെർച്ച് ചെയ്ത 45 രാജ്യങ്ങളിലും പലതരത്തിലുള്ള കാരണങ്ങൾ വെച്ച് കലാപങ്ങൾ നടക്കുകയാണ്, ഇപ്പോഴും തുടരുന്നു. ആ രാജ്യങ്ങളുടെ പേര് ഞാനൊന്ന് വായിക്കാം. ഏകദേശം 193 രാജ്യങ്ങളിൽ 45 രാജ്യങ്ങൾ മാത്രമേ ഞങ്ങൾ പഠന വിധേയമാക്കിയുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന 6 രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ കലാപങ്ങൾ നടക്കുന്നത് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ തകർന്നതുമായിട്ടും ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സെർച്ച് ചെയ്തത്. അപ്പോൾ 45 രാജ്യങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കി. 45 രാജ്യങ്ങളിലും നല്ല കൂട്ടടി നടക്കുകയാണ്. ആ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം. 45 രാജ്യങ്ങൾ: അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന. ശ്രദ്ധിച്ചു കേൾക്കൂ: ചൈന, ജപ്പാൻ, ജർമ്മനി. ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നിങ്ങളും വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ. അതായത് ഞാൻ സെർച്ച് ചെയ്ത ഇതാണ്: റയറ്റ്സ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. അതുപോലെ ഓരോ രാജ്യങ്ങളുടെയും പേര് വിവരം വെച്ചിട്ട് ഞങ്ങളിതെല്ലാം സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ. അപ്പോൾ കണ്ടത് മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വീഡിയോസും ഇതുമൊക്കെയാണ്. മലയാളികൾ ഇത് അറിഞ്ഞിട്ടുള്ള സംഭവം. ഈ 6 രാജ്യങ്ങളെ കൂടാതെ ഉള്ള രാജ്യങ്ങളുടെ പേര് പറയാം. അടി നടക്കുന്ന രാജ്യങ്ങൾ, കലാപങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ: ബ്രസീൽ, അർജന്റീന, ഗ്രീസ്, പോളണ്ട്, ഓസ്ട്രേലിയ, യുക്രൈൻ, റഷ്യ, ടർക്കി, ഇറാൻ, ഇസ്രായേൽ, പെറു, പാകിസ്ഥാൻ, ബെൽജിയം, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, ഇറ്റലി, സ്പെയിൻ, നെതർലൻഡ്സ്, അഫ്ഗാനിസ്ഥാൻ, ബൾഗേറിയ, കാനഡ, ചിലി, കൊളംബിയ, ക്രൊയേഷ്യ, ചെക്കോസ്ലോവാക്യ, ഡെൻമാർക്ക്, അയർലൻഡ്, ലെബനൻ, ലിബിയ, മെക്സിക്കോ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ്, പോർച്ചുഗൽ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, വെനിസുല, ജോർജിയ, മൊറോക്കോ, മഡഗാസ്കർ. 45 രാജ്യങ്ങളെ മാത്രമേ ഞങ്ങൾ ചെക്ക് ചെയ്തുള്ളൂ. ബാക്കി 150 എണ്ണത്തിൻ്റെ കാര്യങ്ങൾ താല്പര്യമുള്ളവർ ഓരോ ഈ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അടി നടക്കുകയാണ്, പല കാരണങ്ങളുമുണ്ട്. അതേസമയം ശ്രീലങ്കയിലെ പോലെ ഭരണം അട്ടിമറിക്കപ്പെട്ട, അതായത് ജനങ്ങൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വരുന്ന ജനക്കൂട്ടങ്ങൾ പാർലമെൻറ്റിനെയും പ്രസിഡന്റുമാരുടെ കൊട്ടാരങ്ങളെയൊക്കെ ആക്രമിച്ച് പല രാജ്യങ്ങളുടെയും ഭരണം അട്ടിമറിക്കപ്പെട്ടു. ആ രാജ്യങ്ങളുടെ എണ്ണം 7 ആയെന്നാണ് ഞങ്ങളുടെ വിവരം. സമ്പൂർണമായും സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർന്ന രാജ്യങ്ങളുടെ എണ്ണം 30-ൽ കൂടുതലായി. ഓക്കെ. ഇതിൽ പെടാത്ത രാജ്യങ്ങളും നിരവധിയുണ്ട്. ഇതിൽ പെടാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യമൊന്നും ഞങ്ങൾ ചെക്ക് ചെയ്തില്ല. ഓക്കെ. അപ്പോൾ അത്രയും രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നതാണ്, ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നു, 100%.
ദ കറൻസി ബേസ്ഡ് സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ്. കാരണം അത് അശാസ്ത്രീയമാണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയുടെ ആഫ്റ്റർ എഫക്റ്റ് പരിണിത ഫലം മാത്രമാണ് ഈ സ്വർണ്ണ വിലയിലെ ക്രമാതീതമായ വർധനവ്. മറ്റ് പല കാരണങ്ങൾ കൊണ്ടുള്ള കലാപങ്ങളും മറ്റുമൊക്കെ ഇതിൻ്റെ പരിണിത ഫലമാണ്. ഈ സിസ്റ്റം തകർന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ്, ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഓക്കെ. പിന്നെ കേരളത്തിൽ ഇതൊന്നും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ പ്രശ്നമില്ലാത്തത്. പക്ഷേ പിണറായി ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ജപ്പാൻ ഉൾപ്പെടെ 15-ലേറെ രാജ്യങ്ങൾക്ക് കടം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഓക്കെ. ജപ്പാൻ, അവരുടെ കടം 12 ലക്ഷം കോടി ഡോളർ, ഏകദേശം രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1100 ലക്ഷം കോടി രൂപയാണ് ജപ്പാൻ്റെ കടം, മൊത്തം കടം. അവരുടെ GDP വെറും $4 ട്രില്യൺ മാത്രം. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 294%. അപ്പം ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും അങ്ങനെ കടം കിട്ടാത്ത അവസ്ഥ, അതായത് കടക്കെണിയിലായി. ഇനി അവർക്ക് കടം കൊടുത്താൽ തിരിച്ച് കിട്ടത്തില്ല, അതുകൊണ്ട് ആരും കടം കൊടുക്കുന്നില്ല. ആ അവസ്ഥ ജപ്പാന് പോലും വരാമെങ്കിൽ ഇവിടുത്തെ കേരളവും ഒന്നും അത്ര വലിയ മഹത്തായ രാജ്യമൊന്നുമല്ല. സോവിയറ്റ് യൂണിയൻ പോലും തകർന്ന തരിപ്പണമായി ആ രാജ്യം ഇന്നില്ല എന്നതൊക്കെ ഓർക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോഴേ ഇതൊക്കെ ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്നവരോട് ഈ ആറ്റിറ്റ്യൂഡാണ് പൊതുവെ എല്ലാവരുടെയും, മലയാളികളുടെ. വരുന്നിടത്ത് വെച്ച് കാണാം. ഭയങ്കര കോൺഫിഡൻസാണ് മലയാളിക്ക്. മലയാളിയുടെ ഒരു മറുപടി ഇതാണ്, റിയാക്ഷൻ ഇതാണ്. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നത് ഇതാണ്. അതായത് മുല്ലപ്പെരിയാറിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യണ്ട, അത് പൊട്ടിയ ശേഷം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന പോലെ തന്നെ വിവരക്കേടാണ് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന മറുപടി. ഓക്കെ, അതൊരു വിവരക്കേട് മാത്രമാണ്. ഓക്കെ, മലയാളികൾ പറയുന്നത് അരാജകത്വം ഇവിടെ വരട്ടെ, എന്നിട്ട് അതായത് ശ്രീലങ്ക പോലെയൊക്കെ ഇവിടെ ആവട്ടെ. ഇത് പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും എന്താ പറയുക, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനായ സഖാവ് NK പ്രേമചന്ദ്രനാണ് എന്നോട് ഇത് പറഞ്ഞത്. ശ്രീലങ്ക പോലെ ഇന്ത്യ ആവുമെങ്കിൽ നമുക്ക് പുതിയ പരീക്ഷണങ്ങളൊക്കെ ആവാം ജീസസേ എന്നാണ് പ്രേമചന്ദ്ര സഖാവ് പറഞ്ഞത്. അത് ഞാൻ വിലയിരുത്തുന്നത് വിവരക്കേടായിട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തുവായി ഈ അരാജകത്വം അറിയാമോ? അതായത് ശ്രീലങ്കയെ പോലെ സംഭവം ഇവിടെയും വരട്ടെന്ന്. മുല്ലപ്പെരിയാർ പൊട്ടട്ടെ, നമുക്ക് അപ്പം ആലോചിക്കാം അതിനെക്കുറിച്ച്. അതാണ് പ്രേമചന്ദ്ര സഖാവ് പറയുന്നത്. ശ്രീലങ്കയിൽ നടന്ന സംഭവം എന്തുവാണ്? ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ ചുരുക്കി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പക്ഷേ അത് നീളം കൂടുന്നു, എന്താ ചെയ്യാൻ, അതിപ്പോൾ നിവർത്തിയില്ല. എന്തായാലും അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ശ്രീലങ്കയിൽ നടന്നത്, ജനങ്ങൾ പ്രസിഡന്റിൻ്റെ കൊട്ടാരം കയ്യേറി. പ്രസിഡന്റ് ആ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഒളിച്ചോടി. എന്തോന്ന്, രാജപക്ഷ എന്ന് പറയുന്ന പ്രസിഡന്റ്, ശ്രീലങ്കൻ പ്രസിഡന്റ്. ആ സംഭവം നടന്നു. അതായത് പ്രസിഡന്റിൻ്റെ കൊട്ടാരം ജനം കയ്യേറി. പട്ടാളക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അവരൊന്നും ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ തോക്കിലെ ഉണ്ടകളുടെ എണ്ണം ഈ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ 10 പോലും ഇല്ലായിരുന്നു. ഓക്കെ, അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ വന്നത്. ഇവർക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നത് പരമാവധി 1 ലക്ഷം പേരെയാണ്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് പട്ടാളം ഒന്നും ചെയ്തില്ല. അത് ഈ ശ്രീലങ്കക്കാർ ചെയ്ത എന്തുകൊണ്ടാണ്? ആഴ്ചകളോളം പട്ടിണി കിടന്ന് ചാവും എന്ന് ഉറപ്പായപ്പോഴാണ് അവർ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അതുപോലെ സോവിയറ്റ് യൂണിയനിൽ അവിടുത്തെ രാജ്യം, സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം പിരിച്ചുവിട്ടു. 15 രാജ്യങ്ങളായിട്ട് വിഘടിച്ചു പോയി. എന്നിട്ട് ഒന്ന് സെറ്റിലൊക്കെ ആയി വരാൻ ഏകദേശം 2 വർഷം വേണ്ടി വന്നു, 15 രാജ്യങ്ങളായിട്ട്. അപ്പോൾ ആ രാജ്യത്ത് ആ കാലയളവിൽ അരാജകത്വം നിലനിന്നിരുന്ന കാലത്ത് അവിടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടുത്തെ സ്ത്രീകൾക്ക് വ്യഭിചാരം വരെ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ശ്രീലങ്കയിലെയും സോവിയറ്റ് യൂണിയനിലെയും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതാണ് അരാജകത്വം. അത് ഇവിടെ വരട്ടെന്ന പ്രേമാനന്ദ സഖാവ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ? ആർക്കും അറിയില്ലെന്നുള്ളത് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റായിട്ട് ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ ഞാൻ എഴുന്നേറ്റങ്ങ് മാറാം, ഇവിടെ ഈ കസേരയിലോട്ട് വന്നിരുന്ന് പറയും. ആർക്കും അറിയത്തില്ല, ലോകത്തൊരാൾക്കും അറിയില്ല. വരാൻ പോകുന്ന അരാജകത്വവും കലാപങ്ങളും ദാരിദ്ര്യവും കൊടും പട്ടിണിയും ഒക്കെ സംഭവിക്കാതിരിക്കാൻ ഒരാൾക്കും അറിയില്ല, നിങ്ങളുൾപ്പെടെ. അപ്പോൾ ചുരുക്കത്തിൽ ആർക്കും അറിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പം കാണണമെന്നൊന്നുമില്ല. ഇല്ല, ആദ്യം പറഞ്ഞ കണക്ക് അടിയും കൊണ്ട് പുളിയും കുടിച്ച് പണം ഒടുക്കിയതിന് ശേഷം മതി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പരിഹാരം അറിയാമോ? അറിയില്ല. 100% മലയാളികൾക്ക് മാത്രമല്ല, ലോകത്തൊരാൾക്കും ഇതിൻ്റെ സൊല്യൂഷൻ അറിയില്ല. ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് 34 വർഷമായിട്ട് ഞങ്ങൾ പറയുന്നു. ഏകദേശം 2000 സാമ്പത്തിക വിദഗ്ധർ ഇതിനെ പല രീതിയിൽ, പല ഡയമെൻഷനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സാമ്പത്തിക വിദഗ്ധർ 2000 പേര്. വെളി രാജ്യങ്ങളിലെ സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. ഓക്കെ, അവരുടെയൊക്കെ കമൻറ്റുകൾ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്, നോക്കാം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറാണ്. അദ്ദേഹം 12 വർഷം ഇതേപ്പറ്റി പഠിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 12 വർഷം പഠിച്ച ശേഷമാണ് അദ്ദേഹം വീഡിയോ ചെയ്തു. കറൻസി രഹിത വ്യവസ്ഥ എന്ന എൻ്റെ ആശയത്തെപ്പറ്റി അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിസാരനായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന 2 വീഡിയോകളുമുണ്ട്. ഇത് 3ഉം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ സ്വീകാര്യമായ ഒരാശയമാണ് കറൻസി രഹിത വ്യവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കുറ്റമറ്റതെന്നൊന്നും പറയാൻ ഒക്കില്ല, എങ്കിലും ഇത്
ഏറെക്കുറെ സ്വീകാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കേൾക്കാം. ആ വീഡിയോ 7 മിനിറ്റേ ഉള്ളൂ. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം, കറൻസി ഫ്രീ സോഷ്യലിസം എന്നൊക്കെ ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഇപ്പോഴും ലഭ്യമാണ്, കാണാം. കൂടാതെ കറൻസി രഹിത വ്യവസ്ഥ എന്ന മലയാളത്തിൽ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോകളും കാണാവുന്നതാണ്. ഉത്തരം എന്ന് പറയുന്ന മറ്റൊരു ചാനലിൽ. ഓക്കെ, അപ്പോൾ അത് യൂട്യൂബിൽ കാണാം ഡീറ്റെയിൽഡായിട്ട്. ഫുൾ അവതരിപ്പിക്കാൻ 3 മണിക്കൂർ വേണം. അതൊക്കെ പക്ഷേ 10-15 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ ഒരു നിർവചനം പറഞ്ഞിട്ട് ഞാൻ പതുക്കെ പിൻവാങ്ങാം. ഓക്കെ, ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻസും ടെക്നോളജിയും മാൻ പവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. ഇത് നിലവിൽ വന്നാൽ 10,000-കണക്കിന് അവിശ്വസനീയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അതിൽ 4-5 ഇവിടെ പറയാം. അതായത് 10,000-ത്തിലധികം നേട്ടങ്ങളുണ്ട്. അതിൽ 4-5 മാത്രം ഇവിടെ പറയാം. 1 സെക്കൻഡ് കൊണ്ട് ലോകരാജ്യങ്ങളുടെ മൊത്തം കടമായ 30,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഇന്ത്യയുടെയും മറ്റ് രാജ്യങ്ങളുടെയും വിദേശ മൊത്തം കടം തീർക്കാം 1 സെക്കൻഡ് കൊണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കടം അത് ലക്ഷമോ കോടിയോ ആവട്ടെ, 1 സെക്കൻഡ് കൊണ്ട് ആ കടങ്ങളൊക്കെ തീർക്കാം. പിന്നെ 1 രൂപ ചെലവില്ലാതെ 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ നിർമ്മിക്കാം. 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ 1 രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം, ഈ സിസ്റ്റം നടപ്പിലാക്കിയാൽ. ഓക്കെ, അതുകൂടാതെ GDP-യുടെ വർധനവിൻ്റെ ശതമാനം വെറും 100 ദിവസം കൊണ്ട് 50% മുതൽ 500% വരെ ഉയർത്താം. നൂറ് ദിവസം കൊണ്ട് ലോകത്ത് മുഴുവൻ പേർക്കും ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടി ഭക്ഷ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം 1 രൂപ ചെലവില്ലാതെ. 1 രൂപ ചെലവില്ലാതെ വെറും 30 ദിവസം കൊണ്ട് ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം നേടിയെടുക്കാം 1 രൂപ ചെലവില്ലാതെ. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. ലോകമാകെ കൃഷി വികസിപ്പിക്കാം 1 രൂപ ചെലവില്ലാതെ. തൊഴിലില്ലായ്മ 100% തീർക്കാം 1 സെക്കൻഡ് കൊണ്ട്. അതായത് ഞങ്ങൾ അവകാശപ്പെടുന്ന ഇതാണ്: 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമാക്കാം 1 രൂപ ചെലവില്ലാതെ. ഓക്കെ, ഇതിനെയാണ് 2000 സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാം. അദ്ദേഹം അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയേർഡ് പ്രൊഫസറാണ്. എക്കണോമിക്സിൽ അദ്ദേഹം മഹാരാജാസിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. കൂടാതെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സാമ്പത്തിക ചർച്ചകളിലും TV-യിലെല്ലാം വരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് ആദ്യം ആരും കാണുന്നുണ്ടാകും. ഇത് ഏറിപ്പോയാൽ ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പരമാവധി പോയാൽ 1000 വ്യൂസ് വരും. ഓക്കെ, പക്ഷേ ഒരു 4-5 മാസത്തിനുള്ളിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വന്നാൽ ഇതിൻ്റെ വ്യൂസ് കൂടും. കാരണം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാണ്, ഒരു മാധ്യമത്തിൽ പോലും
ഇപ്പോൾ മനുഷ്യവംശം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു സാമ്പത്തിക വിദഗ്ധനും ആയിട്ടില്ല, ഒരു രാഷ്ട്ര നേതാവിനും ആയിട്ടില്ല, ഒരു മാധ്യമ പ്രവർത്തകനും ആയിട്ടില്ല. ഇതൊക്കെ ഈ അടിയും ബഹളവും കലാപവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ BBCക്ക് ഉൾപ്പെടെ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതായത് BBCയും CNN-ഉം ഫോക്സ് ന്യൂസും ഒക്കെ വിചാരിച്ചിട്ട് നടക്കാത്തത് ഞങ്ങളുടെ ഈ ചെറിയ വെളിച്ചം ചാനലിൽ പറയുകയാണ് ഒരു നിർദ്ദേശം. ലോകത്തൊരാൾക്കും പറയാൻ പറ്റാത്ത നിർദ്ദേശം, അതും വെറും 100 ദിവസം കൊണ്ട്. ഓക്കെ, വെറും 100 ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് മാത്രമല്ല, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാത്രമല്ല നിങ്ങളുടെ അനന്തര തലമുറകളെയും സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ജീവിതം കൊണ്ട് നമുക്ക് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാം എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സാങ്കത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് മറ്റ് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെയും എൻ്റെയും വീഡിയോകൾ കാണാവുന്നതാണ്. തൽക്കാലം വിരമിക്കുന്നു. ശുഭദിനം.